കണ്ണൂരിൽ ഡൈനാമിക് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കണ്ടെത്തണമെന്ന് മുസ്ലിം ലീഗ്. ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മണ്ഡലം പിടിച്ചെടുക്കാം. എന്നാൽ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കുന്നത് ഗുണകരമാകില്ലെന്നും ലീഗ് കണ്ണൂർ മണ്ഡലം കമ്മിറ്റി വിലയിരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം സജീവമാക്കുകയാണ് മുസ്ലിം ലീഗ്. കണ്ണൂർ പിടിച്ചെടുക്കാൻ ഇലക്ഷൻ ഡ്രൈവുമായി ഇറങ്ങുകയാണ് ലീഗ് കണ്ണൂർ മണ്ഡലം കമ്മിറ്റി. ഇലക്ഷൻ ഡ്രൈവിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായി നിർവഹിച്ചു. കണ്ണൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് ആരെ മത്സരിപ്പിക്കുമെന്നതിനെക്കുറിച്ചും ഇലക്ഷൻ ഡ്രൈവിൽ ചർച്ചകൾ നടന്നു. കോൺഗ്രസ് ഡൈനാമിക് സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്ന ആവശ്യമാണ് ലീഗ് മുന്നോട്ട് വെച്ചത്. കെ സുധാകരൻ മത്സരിക്കുന്നതിനെക്കുറിച്ച് ലീഗിന് അത്ര മതിപ്പില്ല. ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. ആരെ മത്സരിപ്പിക്കണമെന്ന് ലീഗ് കോൺഗ്രസിനോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. എങ്കിലും മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനാണ് ലീഗിന്റെ പിന്തുണയെന്നാണ് ലഭിക്കുന്ന സൂചന. ഇലക്ഷൻ ഡ്രൈവിൽ പ്രസിഡന്റ് ഫാറൂഖ് വാട്ടപ്പോയിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ കെ പി താഹിർ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി വിഷയാവതരണം നടത്തി. ജനറൽ സെക്രട്ടറി മുസ്ലിം മഠത്തിൽ, ട്രഷറർ പി സി അഹമ്മദ് കുട്ടി, ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എ തങ്ങൾ, മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.